ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഷാരി എടുത്ത് രൂപ പറയുന്നുണ്ട്, നിന്റെ മോൾക്ക് ഇപ്പൊ അവളുടെ പെറ്റമ്മേനെ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും ഷാരിക്ക് അത് ആകെ വിഷമമാട്ടോ. ഷാരി അങ്ങനെ ദിവസം ഫുള്ളും അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ കാര്യം കിരണും കല്യാണി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. കല്യാണി കിരണോട് പറയുന്നുണ്ട്, ഇത് കുറച്ച് കൂടുതലായ പോലെ എനിക്ക് തോന്നുന്നത് കിരണേട്ട. അല്ല, നീ എന്തോ ഉദ്ദേശിക്കണ കല്യാണി ചോദിക്കുമ്പോ, അല്ല എന്തൊക്കെ പറയാലും അവൾ ഇത്രയും നാൾ വളർത്തി വലുതാക്കിയത് ഷാരി ആന്റിയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ അവള് പെറ്റമ്മയുടെ കൂടെ പോയിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ ഇവരുടെ വിഷമം കൂടി അവള് മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ കല്യാണി താരാന്റി എത്രയോ നാൾ അവളെ പുറകെ നടന്നാണ് അവളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൾ അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ നീ പറഞ്ഞ ശരിയാ, ഷാരിയാന്റി ഒരുപാട് വേദനിക്കുന്നുണ്ട്. എനിക്കെന്തോ ഷാരിയാന്റി ഇതിൽ അബദ്ധം കാണിക്കുമെന്ന് പോലും പേടിയാവുന്നുണ്ടെന്ന് പറയുമ്പോൾ അതെ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഷാരിയാന്റിക്കാണ് എല്ലാ നഷ്ടങ്ങളും അവസാനം വന്നത്. ഭർത്താവിന് നഷ്ടപ്പെട്ടു, ഭർത്താവ് ചതിച്ചു, സ്വന്തം മകൾ മരിച്ചിട്ടു, വേറൊരു കുഞ്ഞെടുത്ത് അടുത്തേക്ക് വെച്ചു, ഭർത്താവിന് വേറൊരു കുഞ്ഞ് വെച്ചു, ഭർത്താവിന് വേറൊരു അവിഹിതം ഉണ്ട്, താൻ വളർത്തി വലുതൊക്കെ മകൾ തന്റെ എല്ലാം അറിയുന്ന സ്വത്തുക്കളില്ല, പണമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ താരാന്റി തന്നെയാണ് കിരണേട്ട ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തളർന്നേക്കണതെന്ന് പറയുമ്പോഴേക്കും, ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക കല്യാണി എന്ന് കിരൺ ചോദിക്കുമ്പോഴേക്കും കല്യാണി പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, സരിവിനോട് കാര്യങ്ങളൊക്കെ പറയാം, ഇവിടെ ഷാരിയാന്റെ മാനസികാവസ്ഥ വളരെ ഇതാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അവൾക്ക് റിക്വസ്റ്റ് ചെയ്യാം എന്ന് പറയാണ്. ശരിയെങ്കിൽ നമുക്ക് നാളെ തന്നെ അവളോട് ഈ കാര്യം സംസാരിക്കാം എന്ന് പറയണ്ട. അങ്ങനെ രാവിലെ തന്നെ കിരണും കല്യാണി സരുവിന്റെ അടുത്തേക്ക് വീണ്ടും പോകാട്ടോ. അപ്പൊ താര ഭയങ്കര സന്തോഷത്തിലാണ്, സരുവിന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു, സരുവിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നു, നോക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. കിരണും കല്യാണി വരുമ്പോഴേക്കും സരി എഴുന്നേക്കണം, കിരണും കല്യാണി എത്തിയാലോ അമ്മേ, അവർക്കും കൂടി ഫുഡ് വിളമ്പ് എന്ന് പറയുമ്പോ, വേണ്ട, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത് സരി എന്ന് പറയണ്ട, എന്തെങ്കിലും കുറച്ചെങ്കിലും കഴിക്കതേ, അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കിക്കണം, നല്ല രുചിയുണ്ട് അമ്മ ഉണ്ടാക്കിയ ഫുഡിന്, വാ എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട, അല്ലെങ്കിൽ സ്വന്തം അമ്മമാരുണ്ടാക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റ് തന്നെയാ സരിയു എന്ന് പറയണം. അതെ, ഞങ്ങൾ സരിവിനെ കണ്ടിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താ എന്താ കാര്യം എന്ന് സരിയു ചോദിക്കുമ്പോ, അത് നീ നിന്റെ ഇത്ര നാൾ വളർത്തി വലുതാക്കിയ അമ്മേനെ മറന്നുപോയോ സരിയു എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ മറന്നതല്ല, അതിനുള്ള കാരണം ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞതാണല്ലോ. ആയിക്കോട്ടെ, പക്ഷേ ഷാരിയന്റെ മാനസികാവസ്ഥ വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം നിനക്ക് തന്നെ അറിയാലോ, നിന്റെ അച്ഛൻ, അതായത് രാഹുൽ, ജയിലിൽ കിടക്കുന്ന രാഹുൽ, അവരെ എത്ര മാത്രമാണ് ചതിച്ചേക്കണത്. ശരി, അവര് ആയ കാലത്ത് ഒരുപാട് ചതിയും വഞ്ചനയൊക്കെ അവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് അവർ നല്ലൊരു സ്ത്രീയായിരുന്നു. എന്റെ അമ്മ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാൻ. രാഹുൽ അങ്കിൾ എന്ന് പറഞ്ഞ എന്റെ അമ്മാവന് അവര് കല്യാണം കഴിക്കണ സമയം വരെ അവർ നല്ലൊരു സ്ത്രീയായിരുന്നു. അതിനുശേഷം ഇയാളുടെ കൂടെ കൂടിയിട്ടാണ് അവര് മോശപ്പെട്ട സ്ത്രീ, അതായത് തലതെറിച്ച രീതിയിലേക്ക് നടക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ കൊല്ലാനും വാശിയും ദേഷ്യവും ഒക്കെ വന്നത്. പക്ഷെ അപ്പോഴും നിന്റെ അച്ഛനോടും ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അവര്. നീ സ്വന്തം മകളല്ലെന്ന് അറിഞ്ഞപ്പോഴേക്കും അവരുടെ മാനസികാവസ്ഥ നീ ഒന്ന് ആലോചിക്കുക. അവർക്ക് ഇപ്പൊ ആരും ഇല്ലാതായത്. നിനക്ക് മോളുണ്ട്, നിനക്ക് സ്വന്തം അമ്മയുണ്ട്, ഇപ്പൊ നിനക്ക് ബന്ധുക്കൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് നിന്റെ ബന്ധുക്കളാണ്, പക്ഷെ ഷാരിയാന്റിക്ക് ആരുണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് നീ അധികം വൈകിപ്പിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണം. ഷാരിയാന്റി അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം കാണിക്കുന്ന പോലും ഞങ്ങൾക്ക് പേടിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ സരിയു ശരി ഞാൻ എന്നാ എത്രയും പെട്ടെന്ന് തന്നെ വരാന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ പ്രകാശാണെങ്കിൽ ബാലനോട് പറയുന്നുണ്ട്, ബാലണ്ണ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് പറയാണ്. എന്താടാ? അല്ല, എന്റെ കാലിപ്പോ ശരിയായല്ലോ, ഒന്നും കൂടി ഒന്ന് ശരിയാവട്ടെ, 2-3 ദിവസം ഇങ്ങനെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ജയിലിൽ വരെ പോണം. എന്തിനാടാ? നിന്റെ പുന്നാര മോനെ കാണാനാണോ? എന്താ അവനെ കാണാൻ നിനക്ക് കൊതിയായിട്ട് വയ്യേ? അതെ, എനിക്ക് അവനെ കാണണം. എന്തിനാന്നറിയാവോ? എന്റെ കാല് ഈ വെച്ച് തന്നത് എന്റെ മോളാടാ, കല്യാണി മോളാണെന്ന് അവളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണം. അതിനെ തന്നെയാണ് നീ പോണത്. അത് നിന്റെ മോനെ കാണാതിരിക്കാൻ കുറെ നാളായാലും നീ കണ്ടിട്ട്, അതുകൊണ്ട് കാണാതിരിക്കാൻ പറ്റാത്തോണ്ട് നീ പോവാണോ? പറയണ, നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ? ഇല്ലടാ, നിന്നെ ഞാൻ വിശ്വസിക്കില്ല. നിന്നെ കല്യാണി മോളും കാർത്തിക മോളൊക്കെ വിശ്വസിക്കുന്നുണ്ട്, കിരണും ഏറെക്കുറെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ എനിക്കെന്തോ നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു കാര്യം ചെയ്യാം, എന്താണ്, നീ എന്തായാലും നിന്റെ മോനെ കാണാൻ പോകുന്ന കാര്യം കല്യാണി മോളോട് പറഞ്ഞിട്ട് വേണമെങ്കിൽ പോയിക്കോ എന്ന് പറയാണ്. അല്ല, കല്യാണി മോൾ പറഞ്ഞാൽ സമ്മതിക്കില്ല, അതുകൊണ്ട് ബാലണ്ണ നിങ്ങൾ എന്റെ കൂടെ വരണം എന്ന് പറയണേ. അങ്ങനെ ബാലണ്ണനെ നിർബന്ധിച്ച് നമ്മുടെ ജയിലിലേക്ക് പ്രകാശിന്റെ കൂട്ടിനെ കൊണ്ടുപോട്ടോ. അങ്ങനെ ജയിലിൽ നമ്മുടെ വിക്രം വരുന്നുണ്ട്. ഓ, നിങ്ങളാണോ വന്നത്? നിങ്ങൾ എന്തിനാ എന്നെ കാണാൻ വേണ്ടി വന്നത്? അതെ, നിന്റെ അടുത്ത് ഒരു സന്തോഷമായിട്ട് പറയാനാ. എന്താ, തന്റെ മോള് മരിച്ചുപോയോ എന്ന് ചോദിക്കുകയാണ്. എടാ, നീ മരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം, പക്ഷെ എന്റെ പെമ്മക്കൾ നിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ, മറന്നു, നിങ്ങളിപ്പോ നിങ്ങളുടെ പെമ്മക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛനാണല്ലോ അല്ലേ? എടാ, അതിനെന്താടാ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങളിപ്പോ എന്തിനാ എന്നെ കാണാൻ വന്നത് എന്ന് ചോദിക്കുകയാണ്. അത് എന്റെ കാല് നീ കണ്ടോ? നിങ്ങളുടെ കാലിന് എന്താ കുഴപ്പം? എന്റെ അമ്മ തല്ലൊടിച്ച കാല് എന്റെ കല്യാണി മോള് എനിക്ക് സ്റ്റീലിട്ട് ശരിയാക്കി തന്നു. കണ്ടോ, ഇനിയിപ്പോ നിനക്ക് പകുതി മുറിച്ച് ഞാൻ ഒരു വൃക്ക തന്നിട്ടില്ലേ, അതും കൂടി ശരിയാക്കി തരുന്ന കല്യാണി മോള് പറഞ്ഞു. ഓ, അപ്പൊ നിങ്ങൾ അവളെ മുതലെടുക്കുവാണല്ലേ എന്ന് പറയുമ്പോഴേക്കും, എടാ, നീയാണ് എന്നെ മുതലെടുത്തത്, എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയണം. അതിനുശേഷം പ്രകാശനാണെങ്കിൽ വിക്രത്തിനെയും കളിയാക്കി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ പിന്നീട് കാണിക്കാൻ മനോഹറിനെയാണ്. മനോഹർ അങ്ങനെ ജയിലിൽ വരാൻ വേണ്ടി കാത്തിരിക്കട്ടെ രാഹുൽ 2 അടി കൊടുക്കാനായിട്ട്. അങ്ങനെ മനോഹറിനെ അതേ ജയിലിലേക്ക് തന്നെ
കൊണ്ടിരുന്നത്. പക്ഷെ സെല്ല് വേറെ വേറെ ആയിട്ടോ. അപ്പൊ മനോഹരനെ ഇവിടെ കൊണ്ടുവന്ന് അറിയുമ്പോൾ തന്നെ രാഹുൽ വിക്രത്തിനോടും അതുപോലെ തന്നെ നമ്മുടെ ഗംഗപ്രസാദിന് പറഞ്ഞത് അവൻ ഈ അപ്പുറത്തെ സെല്ലിൽ തന്നെയാണ് കിടക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പണിയെടുക്കാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, അവന് ഒരു പണി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറയാണ്. അപ്പൊ വിക്രം പറഞ്ഞ അങ്കിളെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വാർഡന്റെ കയ്യിൽ നല്ല അടി കിട്ടും, അത് വേണോ അങ്കിളെ എന്ന് ചോദിക്കാണ്. അത് എനിക്ക് അവൻ 2 കൊടുക്കണോടെ, എന്റെ മോൾ ഈ അവസ്ഥയിലാക്കി അവൻ എനിക്ക് 2 കൊടുക്കണം എന്ന് പറയുമ്പോൾ ഗംഗപ്രസാദ് പറയണ്ടേ, അങ്കിള് വിചാരിക്കുന്ന പോലെ അല്ല, അങ്കിളിന്റെ പ്രായമായി പക്ഷെ അവൻ ചെറുപ്പമാണ്, അത് അങ്കിൾ ആലോചിക്കണം. എടാ അവൻ ചെറുപ്പമാണെങ്കിലേ അവന്റെ നാവിന് മാത്രമേ കഴിവുള്ളൂ, അവന്റെ ശരീരമൊക്കെ വെറുതെ ആടാ. ആ കിരൺ പിടിച്ചു അവൻ നിലത്ത് വീഴുന്ന ശരീരം അവന്റെ, അതുകൊണ്ട് അവനെ പെരുമാറാനായിട്ട് എന്റെ ഈ കൈ മതി എന്നൊക്കെ പറയണം. പക്ഷെ ഗംഗപ്രസാദ് ഇങ്ങനെ തിത്തിയും തിരുത്തിയും ഇങ്ങനെ ആടി കളിക്കുമ്പോഴേക്കും രാഹുലിന് സംശയം തോന്നട്ടോ. എപ്പോഴും ഈ മനോഹരന്റെ കാര്യം പറയുമ്പോൾ ഗംഗപ്രസാദിന് ചെറിയൊരു അയവുണ്ട്. അതിന്റെ കാരണം എന്താന്ന് രാഹുൽ അറിയാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ മനോഹരന്റെ ഭാര്യമാർ ഓരോരുത്തരുടെ വിഷയം അറിഞ്ഞിട്ട് മനോഹരനെ കാണാൻ വേണ്ടി വരുവാട്ടോ. കാരണം കല്യാണിയും കിരണും ഒക്കെ അന്ന് വിളിച്ചു പറഞ്ഞു കോടതിയിൽ ഇങ്ങനെ ഒരു വാദം നടക്കുന്നുണ്ട്, എല്ലാവരും ക്ഷണിച്ചപ്പോഴേക്കും എല്ലാവരും പല പല സ്ഥലങ്ങളിലാണ് സൗകര്യക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ നമ്മുടെ മനോഹർ ജയിലായെന്ന് അറിയുമ്പോഴേക്കും നമ്മുടെ മനോഹരന്റെ എല്ലാ ഭാര്യമാരും ഓരോരോ ദിവസങ്ങളായിട്ട് മനോഹരനെ കാണാൻ വരുന്ന കൂട്ടത്തിൽ നമ്മുടെ മനോഹരന്റെ പിള്ളേരൊക്കെ ഒരുപാട് വലുതായിട്ടോ. അതിലേറ്റവും ഫസ്റ്റ് കുട്ടി ഇപ്പോ ഡോക്ടർ ആവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 വർഷം കൂടി കഴിഞ്ഞാൽ ഡോക്ടർ ആകും. അപ്പൊ ആ കുട്ടി അത്രയും എത്തി. അപ്പൊ ആ കുട്ടിയാണ് ആദ്യം നമ്മുടെ മനോഹരനെ കാണാൻ വേണ്ടി വരുന്നത്. അത് മാത്രല്ല മനോഹരന്റെ ബാക്കി മക്കളും തൊട്ടടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. 18 വയസ്സ്, 17 വയസ്സ്, 16 വയസ്സ്, അങ്ങനെ പല പല പ്രായത്തിലുള്ള പല പല പിള്ളേരുണ്ട് മനോഹരനുള്ളത്. അങ്ങനെ ആ കൊച്ചിന്റെ ഒരു എൻട്രിയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ഭാഗത്തിൽ കാണാൻ പോകുന്നത്. എന്തായാലും അങ്ങനത്തെ ഒരു കഥാപാത്രം വരിക തന്നെ ചെയ്യും. മനോഹരന്റെ ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടി തന്നെ, അല്ലെങ്കിൽ മനോഹരന്റെ കൂട്ടാവാൻ വേണ്ടിയിട്ട് എന്തായാലും അങ്ങനത്തെ ഒരു കഥാപാത്രം വരിക തന്നെ ചെയ്യും. അത് ആരാണെന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കും. പിന്നെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ച പോലെ തന്നെ ബൈജു വരുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ബൈജു പുതിയ സ്റ്റൈലിലൊക്കെയാണ് വരുന്നത്. ആകെ മാറിയിട്ടോ. ബൈജു പുതിയതായിട്ട് വണ്ടി എടുത്തു, അടിമുടി മാറി. മുട്ടത്തെ മമ്മൂത പോലെ പൊട്ടത്തരമൊന്നും പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കി മാത്രമേ ബൈജു ഇപ്പൊ സംസാരിക്കുന്നുള്ളൂ. ബൈജുക്കും ഭയങ്കര മാറ്റാണ്. ബൈജു എപ്പോഴും നമ്മുടെ കിരണിനെ അളിയാന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ കിരൺ വിചാരിക്കുകയാണ് ഇവനെ എന്തായാലും അളിയാന്നാണ് വിളിക്കുന്നത്, അപ്പൊ ശരിക്കും അളിയനാക്കിയാലോ എന്ന് വിചാരിക്കേണ്ട. കല്യാണം ചോദിക്കും, അല്ല കിരണേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല കാർത്തികക്ക് നമ്മൾ നല്ലൊരു പയ്യനെ ആലോചിക്കുന്നുണ്ടല്ലോ, കാർത്തികയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആളല്ലേ ബൈജുവിനെ നമുക്ക് കാർത്തികയ്ക്ക് വേണ്ടി ആലോചിച്ചാലെന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവർക്കും അത് ഇഷ്ടാവാണ്, സന്തോഷാവാണ്. അങ്ങനെ ബൈജുവിനെ കൊണ്ട് തന്നെ നമ്മുടെ കാർത്തികനെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. നമ്മൾ മുഖമൊക്കെ മറിച്ച് വീക്കെൻഡ് പ്രൊമോയിൽ വന്നത് നമ്മുടെ ബൈജു തന്നെയാണ് കേട്ടോ. എന്തായാലും അടിപൊളി ഭാഗങ്ങളാണ് ഇനി വരുന്ന എപ്പിസോഡ്സിലെല്ലാം തന്നെ കാണാൻ പോണത്. ഇന്നത്തെ പ്രൊമോ ശരിക്കും പറഞ്ഞാൽ വന്നില്ല കേട്ടോ. ഞാൻ വീക്കെൻഡ് പ്രൊമോവും അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ഒരു പ്രൊമോ പറഞ്ഞത്. ഇനി വരാൻ പോകുന്ന ഭാഗം കൂടിയായിട്ടാണ് പറഞ്ഞത്. പ്രൊമോ വന്നില്ല, അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പ്രൊമോ അഥവാ വരികയാണെങ്കിൽ ഏതെങ്കിലും സീരിയലിന്റെ ഇടയ്ക്ക് അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ അതിന്റെ റിവ്യൂ ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.